ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടൈനി വ്ളോഗ്സ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ട്രെക്കിംഗ് ആണ് കേട്ടോ. പൊതുവേ എന്നെ അറിയാവുന്നവർക്കറിയാം, നടക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കസിൻസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇത്തവണ പോകുന്നത് അരിപ്പ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആയൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചണ്ണപ്പേട്ട റൂട്ടിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മുടെ കുടുക്കത്ത് പാറയുള്ളത്. ദേണ്ട ആ കാണുന്നതാണ് കുടുക്കത്ത് പാറ. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് അവിടെ ഒന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നത് ഏകദേശം 9:30 ആകുമ്പോഴത്തേനും നമ്മുടെ അരിപ്പ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ നേരെ അഞ്ചലിൽ നിന്ന് നേരെ റൂട്ടിൽ പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഈ പോകുന്ന ചണ്ണപ്പേട്ട റൂട്ട് അത്യാവശ്യം ഒരു കാടൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം ഒരു ബൈക്ക് റൈഡും ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ റൂട്ടിലാണ് പോയത്. അതും നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് റോഡ് അത്ര സുഖകരമല്ലായിരുന്നു ബൈക്ക് യാത്രയ്ക്ക്. എന്നാലും നല്ലൊരു ഒരു റൂട്ടായിരുന്നു. കാടൊക്കെ ആയതുകൊണ്ടേ ഒരു രസമുണ്ടായിരുന്നു പോകുന്നത്. പക്ഷേ എനിക്കത്ര റോഡ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബാക്കിലൊക്കെ ഇരുന്ന് പോകാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കുറച്ച് നേരമൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഏകദേശം കൃത്യം 9:30 ആയപ്പോൾ തന്നെ നമ്മൾ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ബാക്ക് പാക്കിംഗ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ കൂടെയാണ്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് ബുക്ക് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 20 പേര് ആണെന്ന് തോന്നുന്നു അവർ അപ്രൂവൽ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഏകദേശം 9:30 ആയപ്പോഴത്തേനും നമ്മളെത്തി. എല്ലാവരും എത്തിയപ്പോഴത്തേനും 10 മണിയായി. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് ലീഡ് നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. നമ്മൾ കാടിനകത്ത് കയറുമ്പം കുറച്ച് മര്യാദകളുണ്ടല്ലോ, അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഫുഡ് ഉച്ചക്കലത്തേക്കുള്ളത് നമുക്ക് അവിടെ നിന്ന് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരവരുടെ ഫുഡ് അവരവരെടുത്തുകൊണ്ട് നടന്നാൽ മതി. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ID പ്രൂഫൊക്കെ വേണം. അതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടൊരു 10:15 10:30 ആയപ്പോഴത്തേനും നമ്മൾ കാട് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഫോറസ്റ്റിൻ്റെ റൂട്ട് തന്നെയാണ്. അവിടെയൊക്കെ അത്യാവശ്യം ടാറൊക്കെ ചെയ്ത് ഉള്ള റൂട്ടാണ്. അപ്പം ആ റൂട്ടിൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല ആദ്യമൊക്കെ ഭയങ്കര എനർജി ആയിട്ട് തന്നെ നമ്മൾ നടന്നു. പിന്നെ എന്താണെന്ന് നമുക്കറിയത്തില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അരിപ്പ എന്ന് പറയുമ്പം ഞാൻ അറിഞ്ഞത് ട്രെക്കിങ്ങിന് പോകുന്നതിന് മുമ്പിട്ട് ഞാൻ അറിഞ്ഞത് ഇത് അധികം കുന്നോ മലകളോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. കുറച്ച് നിരപ്പായിട്ടുള്ള നടക്കാനുള്ള റൂട്ടാണ്. പിന്നെ 12 കിലോമീറ്ററാണ് നമ്മളോട് പറഞ്ഞത്. അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ട്രെക്കിംഗ് ആണത്. അപ്പോൾ ആ ഒരു അതും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും ഫാമിലി ആയാലും ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെയല്ലേ പോകുന്നത്. ഇതിപ്പം നമുക്ക് അറിയാത്ത പുതിയ സ്ട്രേഞ്ചേഴ്സ് അവരുമായിട്ട് പരിചയപ്പെട്ട് പോകാമെന്നുള്ളത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ചപ്പം എനിക്കിഷ്ടപ്പെട്ടു. അതാണ് ഞാനിതിന് ഇറങ്ങി തിരിച്ചത്. പിന്നെ നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ എല്ലാവരുമായിട്ടുമൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലുള്ള മിക്കവാറും എല്ലാവരും ട്രെക്കിങ്ങിനൊക്കെ പോകുന്നവരാണ്. അവർക്ക് അത്യാവശ്യം പരിചയമുണ്ട് എങ്ങനെ പോകണം, അവർക്ക് നടന്ന ശീലമുള്ളവരാണ്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് ബിഗിനേഴ്സ് എന്ന് പറയാനായിട്ട്. പിന്നെ നമുക്കവിടെ കൂടെ എന്ന് പറയുമ്പം അരിപ്പയിൽ തന്നെ ഉള്ള ഒരു അരിപ്പയിൽ തന്നെ ഒരു നിവാസിയായിട്ടുള്ളൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഇൻസ്ട്രക്ട് ചെയ്ത വഴി നമുക്ക് കാണിച്ചു തന്നത്. പിന്നെ നമ്മുടെ കോർഡിനേറ്ററും ഉണ്ടായിരുന്നു, ബാക്ക് പാക്കിംഗ് യൂണിയൻ്റെ കോർഡിനേറ്ററും ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആണ് പോയത്. ആദ്യം തന്നെ ഞങ്ങൾ കുറച്ചൊരു ആ ഒരു ഫോറസ്റ്റ് ഏരിയ വിട്ടിട്ട് ഫോറസ്റ്റിൻ്റെ റൂട്ട് വിട്ടിട്ട് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം കാട്ടിലൂടെയൊക്കെ ഒന്ന് ഫസ്റ്റ് റൂട്ട് പോയി. കാരണം അവിടെ എന്തോ ഒരു അമ്മയമ്പലം ഊരുണ്ട്. അപ്പോൾ ആ ഊര് കാണാനായിട്ടാണ് നമ്മൾ ഈ വഴി പോയത്. ഈ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റിവർ ക്രോസിംഗ് വലിയ റിവറൊന്നും അല്ല, ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഷൂസൊന്നും ഇട്ടിട്ടല്ല പോയത്. നമ്മൾ അത്യാവശ്യം ഷൂസ് ഇടുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ട്രക്കിംഗ് ഷൂസായിട്ട് ഇടണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം 2-3 ഇടത്ത് നമുക്ക് ഇതുപോലെ വാട്ടർ ക്രോസിംഗ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെരുപ്പിട്ടുകൊണ്ടാണ് പോയത്.
അരിപ്പ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ചതുപ്പ് പ്രദേശം എന്ന് പറയത്തില്ലേ, ആ പ്രദേശമായ ശാസ്ത നടയോട് ചേർന്ന് കുളത്തൂപ്പുഴ അറിയാലോ, കുളത്തൂപ്പുഴ ഫോറസ്റ്റിൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു സ്ഥലമാണ്, ഒരു വനപ്രദേശമാണ് ഈ അരിപ്പ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ജില്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപൂർവയിനം പക്ഷികൾ ഇവിടെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാമെന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടെ ചില മൃഗങ്ങളും ഉണ്ട്, അതായത് ആന, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളും ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതിനൊന്നും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. പക്ഷേ കുറേ പക്ഷികളെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ബട്ടർഫ്ലൈസ് ഒരുപാടുള്ള ഒരു വനപ്രദേശമാണ്. അത്യാവശ്യം ഉൾക്കാടാണ്. അപ്പം ഞാനൊരു കമ്പൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ. കാരണം ഫസ്റ്റ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അണയ്ക്കാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു കമ്പൊക്കെ സംഘടിപ്പിച്ച് പിന്നെ എനിക്കൊരു 3-ാം കാലമായിട്ടാണ് ഞാനങ്ങ് ഈ ട്രെക്കിങ് പൂർത്തീകരിച്ചത്. കണ്ടോ, ഞാൻ കമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഈ കാണുന്ന പ്രദേശമല്ലേ, ഇവിടെ ഈ വേലി കെട്ടിയിട്ടില്ല, അത് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള വേലിയാണ് കേട്ടോ. നമ്മൾ അതിന് കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണ് അമ്മയമ്പലം എന്ന് പറയുന്ന ഊര്. അവിടെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് 5 ഫാമിലി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ ഉള്ള ഗൈഡ് പറഞ്ഞ അങ്ങനെയാണ്, ഒരു 5 ഫാമിലി എന്തോ ഉണ്ട് അവിടെ. അപ്പം അങ്ങോട്ട് കാട്ടുമൃഗങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിക് വേലികളുണ്ട്, അതിൽ തൊടരുതെന്ന് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൊടാനായിട്ട് ഇങ്ങനെ ഒരു ഫീൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ തൊട്ടില്ല. പിന്നെ നമ്മളീ പോകുന്ന വഴി കണ്ടോ, ഇവിടെ എല്ലാം ചതുപ്പാണ് കേട്ടോ. ഈ പ്രദേശം, ഈ അരിപ്പ ഫോറസ്റ്റ് എന്ന് പറയുന്നതും കൂടുതലും ചതുപ്പ് ഏരിയ ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം അവിടെ എല്ലാം ഈ ചതുപ്പിനകത്താണ് ഈ മരങ്ങളൊക്കെ അത്യാവശ്യം പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ആ അമ്മയമ്പലം ഊര് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് ഇതുപോലെ കാട്ടുവഴിയുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെയാണ് ഗൈഡ് സത്യം പറഞ്ഞത് ഇനി നമുക്ക് നല്ലൊരു കുന്ന് കയറാനുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ കുന്ന് കയറാനായിട്ട് തിരിച്ച് വന്ന വഴിയെ പോയപ്പോഴാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ ദിവസം എന്തോ ആന കുത്തിയിട്ടതാണ്. കണ്ടോ, ആന കുത്തിയ കൊമ്പിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. ആന കുത്തി ഇളക്കിയിട്ടതാണ് ഈ മരവും അവിടുത്തെ ആ സർവേക്കല്ലെന്നല്ലേ പറയുന്നത്, കല്ലും. കണ്ടോ, അവിടെ ഇരിക്കുന്ന അട്ട കണ്ടോ. ഒരാളൊരു ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വലിയൊരാളുടെ ഒരു അഡൽട്ടിൻ്റെ കൈപ്പത്തിയേക്കാട്ടിലും നീളമുണ്ട് ആ അട്ടയ്ക്ക്. നമ്മുടെ ഇവിടെ ഒന്നും ഇത്രയും വലിയ അട്ടയില്ലല്ലേ. പിന്നെ കറുത്ത അട്ട ഇപ്പോൾ കാണാനേ ഇല്ല. അതുകൊട്ടെ. പിന്നെ നമ്മൾ ഇതൊരു ചെറിയ റിവർ ക്രോസിംഗ് ആണ്. ഇവിടുന്ന് ഞങ്ങൾ ആ നേരെ പോയപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള വഴി ക്രോസ് ചെയ്തേക്കായിരുന്നു. അപ്പം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ വേറൊരു വഴി കൂടെ കൊണ്ടുപോയി. അപ്പം ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു കുന്ന് കയറാനാണ്. ആ കുന്നെന്ന് പറഞ്ഞാൽ ചെറിയ കുന്നാണ്, പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ കാട്ടുവഴികളൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് നല്ല അത്യാവശ്യം ഫോറസ്റ്റിനകത്തൂടെ തന്നെ പോകണം. അതിച്ചിരി വലിയ പ്രയാസം, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രയാസമാണ്. പക്ഷേ അത് നമുക്ക് ഇച്ചിരി റിസ്ക്കായിട്ട് കയറേണ്ട ഒരു ഏരിയ ആയിരുന്നു. കാരണം അവിടെ ഞങ്ങളൊരു സാധനത്തിനെ കണ്ടു. എന്താണെന്നറിയാം, ഒരു പാമ്പ്. അതുകൂടെ ഞാൻ ഡെസ്പായി. ഞാൻ കാണിക്കുന്നതിനകത്ത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഒരു കുരങ്ങനിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം കുരങ്ങന്മാരുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ച് മുമ്പിട്ട് കണ്ടു കാണും, ഞങ്ങളുടെ കൂടെ ഒരു അതിഥിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കുട്ടിയല്ല, ഒരു പട്ടിക്കുട്ടൻ എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചത് ഞങ്ങളുടെ ഗൈഡിൻ്റെ കൂടെ വന്ന പട്ടിയായിരിക്കുമെന്നാണ്. അത് ആദ്യം വന്ന് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് അടുത്തൂടെ ആരൊക്കെയാണെന്നൊക്കെ നോക്കിയൊക്കെ പോയി. അപ്പം നമ്മൾ വിചാരിച്ച് പുള്ളിയുടെ കൂടെ ഉള്ളതായിരിക്കുമെന്ന്. പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ളതല്ല. ഞങ്ങളുടെ കൂടെ അവൻ സ്റ്റാർട്ട് ചെയ്തു, എൻഡിങ് വരെ ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നമ്മുടെ കൂടെ ഫുഡൊക്കെ കഴിച്ച് ശരിക്കും നമ്മൾ ഒരു വളർത്തുനായ പോലെ അത് പെരുമാറുന്നു. മേ ബി അങ്ങനെ ആയിരിക്കാം. ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന
കസിൻ ഒന്ന് നൈസായിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് വീണ് കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി തെന്നി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി തന്നെയാണ് പോയത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുന്ന് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കാടാണ്. പിന്നെ അട്ട പിന്നെ അറിയാമല്ലോ, ഇങ്ങനത്തുള്ള പ്രദേശങ്ങളിൽ, ചതുപ്പ് പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. എവിടെ പോയാലും എന്നെ അട്ട കടിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇത്തവണയ്ക്ക് അട്ടയ്ക്ക് എന്നെ വേണമായിരുന്നു തോന്നുന്നു. എന്നെ ഒരട്ട പോലും കടിച്ചില്ല. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർക്കെല്ലാം അട്ടകട കിട്ടി. പിന്നെ സാനിറ്റൈസറൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിന് മുമ്പിട്ട് ഞാൻ അട്ട എല്ലാവരെയും കടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാല് ഫുള്ളൊരു സാനിറ്റൈസർ കൊണ്ടൊന്ന് കുളിച്ചു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ കടിക്കാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ വഴി കയറി. ഇതുണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ കുന്ന് കേട്ടോ. അത്യാവശ്യം ചരിഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ മഞ്ഞ കുന്നുകൾ കയറുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് പാടായിരുന്നു. മേ ബി ബിഗിനറായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടെ വലിഞ്ഞു പിടിച്ച് കയറി പോയ വഴിക്കാണ് നമ്മൾ ആ പാമ്പ് ചേട്ടനെ കണ്ടത്. അത് ചേട്ടനൊന്നുമല്ല കേട്ടോ, കുഞ്ഞായിരുന്നു. ഇവിടെ അവർ പറഞ്ഞത് ചുരുട്ടാന്നായിരുന്നു. പക്ഷേ അത് നല്ല വിഷമുള്ള ടൈപ്പാണ്. അതിൻ്റെ ആ തല എന്ന് പറയുന്നത് അത്യാവശ്യം ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ അണലിയായിരിക്കാൻ സാധ്യതയുണ്ടല്ലേ. പക്ഷേ അത്യാവശ്യം ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അത് ചുരുട്ടാന്ന് പറഞ്ഞെങ്കിൽ അത് ചുരുട്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ ലീഡ് പറഞ്ഞത് ആരും പുതിയ വഴികളൊന്നും ഉണ്ടാക്കി പോകേണ്ടതില്ല എന്നാണ്. കാരണം ഈ നടക്കുന്ന വഴിയിലാണെങ്കിൽ അധികം പാമ്പുകളോ അങ്ങനെയുള്ള ഇഴജന്തുക്കളോ ഒന്നും കാണത്തില്ലെന്ന് പറയുമല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ഡെസ്പായിരുന്നു കേട്ടോ. കാരണം ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ കാട് ആസ്വദിക്കാനല്ല നോക്കിയത്, ഞാൻ ഈ തറയെ നോക്കിക്കൊണ്ടായിരുന്നു പോയത്. പിന്നെ ഉണ്ടോ, അവിടെ എല്ലാവരും കൂടി നോക്കണം. ഇതായിരുന്നു കേട്ടോ സംഭവം. ഇത് എന്ത് പാമ്പാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ പിന്നെയും കുറച്ച് ആ കുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഈ സമതലമായിരുന്നു, അതായത് പ്ലെയിൻ ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ കുറച്ച് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 11-12 മണിയായിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുറച്ചുകൂടി നല്ലൊരു വലിയ ഒരു റിവർ ക്രോസിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് ശ്രദ്ധിച്ച് നടക്കണമായിരുന്നു. കാരണം ഈ ഉരുളൻ കല്ലുകളുണ്ടെങ്കിലും എല്ലാത്തിലും നല്ലപോലെ പായൽ പിടിച്ചതാണ്. നമ്മൾ എവിടെ കയറി തെന്നുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കസിനൊന്ന് തെന്നിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഈ റിവർ ക്രോസിംഗ് ഒക്കെ നടത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമ്പ് വെച്ച് ആദ്യമേ ഞാൻ കുത്തിയൊക്കെ നോക്കിയിട്ടാണ് നടന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്ക് വന്നിട്ട് ഇത് ക്രോസ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. കാരണം അത് പാവം കുട്ടൻ അവിടെ നോക്കി നിൽക്കുമായിരുന്നു എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ അവനെ പൊക്കിയെടുത്ത് ക്രോസ് ചെയ്യിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി അവനിരിക്കുന്നതല്ലേ, പാവം. അവൻ വിചാരിച്ച് നമ്മൾ അവനെ വേണ്ടിയിട്ടിട്ട് പോകാതിരിക്കുന്നു. പക്ഷേ ഇല്ല, അവനെയും കൂടെ കൂട്ടി. കാരണം നമ്മുടെ കൂടെ ഇത്രയും നേരം പാവം നടന്ന് വരുമല്ലായിരുന്നോ. അങ്ങനെ പുള്ളി ക്രോസ് ചെയ്ത് എന്തായാലും സന്തോഷവാനായിട്ട് വന്നു. എന്താ അറിയാമോ, ഞാൻ ശ്രദ്ധിച്ചത് ഇവൻ നമ്മുടെ കൂടെ ചുമ്മാ നടക്കുകയല്ല. നമ്മൾ ആരെങ്കിലും കുറച്ച് പിന്നിലായി പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ഓടി വരും. എന്നിട്ട് നമ്മളെ വന്ന് കൂടെ കൊണ്ടുപോകും. എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ചുണ്ടെന്ന് ഇവനൊന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതാണ് ഈ നായകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മളോട് പറഞ്ഞിരുന്നത് ഏകദേശം 1 മണിയാവുമ്പോഴത്തേനും നമ്മളൊരു വേറൊരു നദി കരയിലെത്തും എന്നുള്ളതാണ്. ഏകദേശം 1 മണിയായിരുന്നു സമയം ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു ടൈം കൊണ്ട് 1 മണി ആയത് വരെ ഏകദേശം 9 കിലോമീറ്ററാണ് നമ്മൾ നടന്നത്. പിന്നെ ഒരു 12 മണി 12:30 ആയപ്പോഴത്തേനും എനിക്ക് നല്ലതായിട്ട് വിശപ്പടിക്കാൻ തുടങ്ങി.
ഞാൻ പിന്നെ എവിടെയെങ്കിലും നദിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഏകദേശം ഒരു 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 12:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സ്നാക്സൊക്കെ കൊണ്ടുവന്നതും വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെയും നടന്നു. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് കുറച്ചും കൂടെ ഉള്ളൂ എന്നല്ല, കുറച്ചും കൂടി ഉണ്ട് എന്നായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഒരു കുന്നിൻ്റെ അവിടുന്ന് ഒരു താഴോട്ട് ഇറങ്ങുന്നതായിരിക്കണം. അത്ര നേരം നമ്മൾ കുന്ന് കയറിയതല്ലേ. പിന്നെ എനിക്ക് ആ ജോഗ്രഫിക്കലി എനിക്ക് തോന്നുന്നത് ഒരു മല കയറി ഇനി ഒരു മല ഇറങ്ങുമായിരിക്കണം. അവിടെ മൊത്തം മറ്റേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ചായിരുന്നു കേട്ടോ. അത് കമ്മ്യൂണിസ്റ്റ് വെച്ച എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ. നമ്മുടെ ഈ മുറിവൊക്കെ വരുമ്പം വെച്ച് ഒരു പച്ചമരുന്ന് വയ്ക്കുമല്ലോ, ആ ഒരു ഏരിയ ആയിരുന്നു അത്. അവിടെ നട്ട് വെച്ച പോലെ കമ്മ്യൂണിസ്റ്റ് വെച്ച പാടെന്നൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു. എൻ്റെ കൈ മുള്ളുകൊണ്ട് മുറിഞ്ഞിട്ട് ഞാൻ ഈ പോകുന്ന വഴിക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ച ഞെവിടി കയ്യിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഞാനുണ്ടല്ലോ കാട്ടുപോത്തിൻ്റെ കാൽപ്പാട് കണ്ടു. കാട്ടുപോത്ത് തന്നെ ആയിരിക്കണം, വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു. കാട്ടുപോത്തിൻ്റെ കണ്ടില്ലെങ്കിലും കാൽപ്പാടെങ്കിലും കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ പിന്നെയും നടന്നു. ഇവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അത്രയും നേരം ഞാൻ തൊപ്പിയൊന്നും വെക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. ഇവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരു ഇലക്ട്രിക് ക്രോസിങ് വേലി വരുന്നുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ പുള്ളി ഊരി തരും, നമ്മുടെ ഗൈഡേ അത് കൊളുത്തൂരി തരും. നമ്മൾ സൂക്ഷിച്ച് ഇനി ഇറങ്ങിയാൽ മതി. ഇതാ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വെച്ച പടം. ഈ നിൽക്കുന്ന മൊത്തം കമ്മ്യൂണിസ്റ്റ് വെച്ചായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ഇറക്കമുണ്ട്. പക്ഷെ നല്ല രസമുള്ളൊരു നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു വി പോലെ ഒരു മല ഇങ്ങനെ പോകുന്നത് പോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ 1 മണി ഏകദേശം അന്നത്തേക്ക് 1 മണിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞ് നടക്കുകയാണ് ഞാൻ. പിന്നെ ആ വടിയുള്ള ഒരു ആശ്വാസത്തിൽ കുത്തി ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ഏകദേശം 1 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആ നദിക്കരയിലെത്തി. റിവർ ക്രോസിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഉൾക്കാടാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആക്ച്വലി ഈ നടന്ന് ഉൾക്കാട്ടിലൂടെ കയറി തിരിച്ച് പോകുന്ന റൂട്ടിലാണ് ഈ പറഞ്ഞ പുഴയുള്ളത്. അപ്പം കണ്ടില്ലേ, വഴി കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു പാലം പോലെയാണ് അവിടെ. അങ്ങനെ ഞാൻ കുറച്ച് മുഖമൊക്കെ കഴുകി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ അവിടെ തറയിലിരുന്നു. ചപ്പാത്തിയും എക്കറിയായിരുന്നു ഫുഡ്. അങ്ങനെ ബാക്കി എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ല. കാരണം എനിക്ക് ഈ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള മടിയുണ്ട്. ഞാൻ വെള്ളത്തിലിറങ്ങിയില്ല. അല്ലെങ്കിലും എനിക്കിച്ചിരി മടിയാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ അത്രയും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് 2:30 ആയപ്പോഴത്തേനും എല്ലാവരും പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മൾ തിരിച്ച് ഈ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഉൾക്കാട്ടിലൂടെയുള്ള വഴിയല്ല, അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ റൂട്ടാണ്. അവരുടെ വണ്ടി പോകുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അടുത്ത് വേറെ ഊരുണ്ടെന്ന് പറഞ്ഞൂടാ. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടോ, ഇതൊരു അമ്പലമാണ്. അപ്പം എന്തായാലും ഇവിടെ അടുത്ത് എവിടെയോ ഒരു ഊരും കൂടെ കാണണം. അവർ പ്രതിഷ്ഠയൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു അമ്പലം പോലെ ഉണ്ട് ഈ കാട്ടിൽ. വെള്ളത്തിനൊക്കെ എന്നാ തണുപ്പാണെന്നറിയാമോ. ഞാൻ പിന്നെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചു. ഒരു കുറച്ച് ചുവട് നടന്നതേ ഉള്ളൂ. 2:30 to 3 മണി ആയപ്പോഴത്തേനും പിന്നെയും റെസ്റ്റ് എടുക്കാനായിട്ട് ഞാനിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഒരു 9-10 കിലോമീറ്ററോളം അപ്പം തന്നെ ആയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കിനും നല്ല കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വണ്ടികളൊക്കെ പോകുന്ന കണ്ടോ, ഇത് ഈ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് 2-3 ആൾക്കാർ അവിടുത്തെ, എനിക്ക് തോന്നുന്നു അവിടെ താമസിക്കുന്നവരായിരിക്കണം, ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചാണോന്ന് അറിഞ്ഞൂല. പക്ഷേ ആന ഇറങ്ങിയിട്ടുണ്ട്, ആന അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും സ്ഥിരം ഈ ട്രക്കിങ്ങിന് പോയി പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണുന്നവരാണ്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആനയെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു കേട്ടോ. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അരിപ്പ ഫോറസ്റ്റ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോടാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട വനമേഖലയിൽ അത്യപൂർവമായിട്ട് കാണപ്പെടുന്ന മിറിസ്റ്റിക്ക സ്വാംസ് അല്ലെങ്കിൽ മിറിസ്റ്റിക്ക ചതുപ്പുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഈ പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഈ മിറിസ്റ്റിക്ക സ്വാംസ് കാണത്തുള്ളൂ. ഇവിടെ വളരെ അപൂർവ ഇനമായിട്ടുള്ള ഈ പറഞ്ഞ കണ്ടൽ കാടുകൾ, പിന്നെ പലതരത്തിലുള്ള ഈ ഇതിൽ മാത്രം കാണപ്പെടുന്ന ചില സസ്യസമ്പത്തുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ മിറിസ്റ്റിക്ക ചതുപ്പുകൾ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിലോട്ട് കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയുടെ മുകളിലോട്ട് വേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിന്ന് അങ്ങനെ കെട്ടുപിണഞ്ഞ വേരുകളോട് കൂടിയ ഒരു ഇതാണ് ഈ പറഞ്ഞ കണ്ടൽക്കാടുകൾ. അപ്പോൾ ഈ റൂട്ടിലൂടെയാണ് ഇതിൻ്റെ ശ്വസന പ്രക്രിയയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ആ ഒരു ഏരിയ ക്രോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകും. അരിപ്പ ഫോറസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഈ പക്ഷി നിരീക്ഷകർ, നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നൊരു പക്ഷി നിരീക്ഷകൻ. ഈ ഒരുപാട് തരത്തിലെ പക്ഷികളുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷനായിട്ട് പറയുകയാണെങ്കിൽ, അപൂർവ ഇനത്തിലുള്ള മാക്കാച്ചിക്കാട, അതായത് ശ്രീലങ്കൻ ഫ്രോഗ് മോത്തിനെ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയത് നമ്മുടെ ഈ കാട്ടിലാണ്. പിന്നെ മലബാർ വേഴാമ്പൽ, മരപ്പട്ടി, താടിക്കാരൻ, വേലിത്തത്ത, കാട്ടുമൂങ്ങ, ചാരത്തലയൻ, ബുൾബുൾ, പിന്നെ കാട്ടുപൊടിപ്പൊന്മാൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് തരത്തിലെ പക്ഷികൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഈ പോകുമ്പം കാണുന്നത് ഇതൊരു സ്റ്റേ ആണ് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഇത് ഈ ഫോറസ്റ്റിനകത്ത് തന്നെ ഉള്ളൊരു സ്റ്റേ ആണ് എനിക്ക് തോന്നുന്നു. ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടെ, അവിടെ എന്തോ മെയിൻ്റനൻസോ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് എനിക്ക് എന്തോ ഒരു മാൻഷനാണ് കേട്ടോ, എനിക്കത് വായിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്ക്, ഞാൻ മറന്നുപോയി. അപ്പം ഇപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഏകദേശം എത്താറായെന്ന്. അവിടുന്ന് പിന്നെ ഒരു 10 ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അപ്പം എനിക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ഈ സിറ്റി റൈഡ് അല്ലെങ്കിൽ സാധാരണ സ്ഥിരം പോകുന്നത് അല്ലാതെ ഇങ്ങനെയും കൂടെ ഒക്കെ പോകണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.